ഹായ് ഹലോ ഗൈസ്, ഇന്ന് ഞാൻ അവനെ വെട്ടി വീഴ്ത്തും. ഈ വെട്ടുകത്തിയൊക്കെ ആയിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ സൈഡിൽ ഒരു വാഴ കൊലച്ച് ഇപ്പോണ്ട്. അതിപ്പോൾ വിളഞ്ഞിട്ടുണ്ട്, അപ്പം അതിൽ നിന്ന് പറിച്ചേക്കാന്ന് വിചാരിച്ചു. ഇന്ന് നമ്മളിത് വെട്ടിയില്ലെങ്കിൽ വേറെ പലരും ഇത് അടിച്ചോണ്ട് പോകും. കിളികളും അണ്ണന്മാരെ ഏട്ടൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഏട്ടൻ കൊലയൊക്കെ വെട്ടിയതേ നമ്മൾ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകും നമ്മുടെ ടെറസിലോട്ടാട്ടോ. അപ്പൊ ഇന്ന് ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ഇവിടുന്ന് കിട്ടുമോന്ന് അറിയാനായിട്ടാണ് കയറി നോക്കിയത് വെറുതെ ആയില്ല. 2-3 തക്കാളി കിടപ്പുണ്ട്, പിന്നെ നമ്മുടെ നീലം പയറും പിടിച്ച് കിടപ്പുണ്ട്. ഇന്ന് ഉച്ചക്കത്തേക്ക് ഒടിയൻ പയറും മെഴുക്കുവരട്ടി. ആദ്യം ഉണ്ടായ പയറൊന്നും നമ്മൾ പറിച്ചിട്ടില്ലായിരുന്നേ, വിത്തിന് വേണ്ടി ഇട്ടിരിക്കുക കേട്ടോ. അപ്പൊ ഏട്ടൻ അതൊക്കെ ഉണങ്ങിയത് കട്ട് ചെയ്ത് വെയിലത്തോട്ട് ഉണങ്ങാൻ ഇടുക കേട്ടോ. നമ്മളുടെ രണ്ടാളുടെയും പരിശ്രമത്തിന്റെ ഫലമാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ടെറസിൽ നിറയെ പച്ചക്കറി കൃഷി, അതാ കേട്ടോ നമ്മുടെ സ്വപ്നം. ഇങ്ങനെ ആഞ്ഞു പരിശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് കർഷകശ്രീ അവാർഡൊക്കെ കിട്ടുമായിരിക്കും അല്ലേ. എന്റെ ദൈവമേ, ഈ പ്രാണികളെയും കീടങ്ങളെയും കൊണ്ട് ഒരു രക്ഷയില്ല. നമ്മൾ നട്ട പച്ചക്കറി തൈകളിൽ കൂടുതലും അവര് കൈകയറി കേട്ടോ. സത്യം പറഞ്ഞ കർഷകർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. എന്ത് കീടങ്ങളാ. വിഷയില്ലാത്ത പച്ചക്കറികൾ കഴിക്കണമെങ്കിലേ അത് ഇത്തിരി ഇമ്മിണി പാടാ കേട്ടോ. എന്റെ കെട്ടിയവന്റെ ബുദ്ധി റോക്കറ്റാണ്. കാരണം കീടങ്ങളെ ഓടിക്കാനായിട്ട് എന്റെ ഏട്ടൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണെന്നറിയാവോ? വേറെ ഒന്നുമല്ല, മോസ്കിറ്റോ ബാറ്റ്. അതേന്നെ, നമ്മളെ കൊതുകിനെ ഓടിക്കുന്ന ബാറ്റില്ലേ. ആദ്യം ഞാൻ വിചാരിച്ചത് ടെറസിന്റെ മേളിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ കൊതുക് ശല്യമായിരിക്കും, അതിനായിരിക്കും ഈ ബാറ്റ് കൊണ്ടുപോകണേന്നാ. പിന്നീട് ഒരു ദിവസം കൂടെ കയറിയപ്പോഴാണ് പുള്ളിയുടെ ടെക്നിക്ക് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഈ പറിച്ച പയറൊക്കെ വെച്ച് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.